4 ലക്ഷത്തിലേറെ വരുന്ന ചിത്രങ്ങളിലൂടെ മലയാളികളെ അതിശയിപ്പിച്ച് 7ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ക്ലിന്റ് എന്ന അത്ഭുത പ്രതിഭയുടെ സ്മരണാർത്ഥം ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. കേരള ടൂറിസം വകുപ്പാണ് കുട്ടികൾക്കായി ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നത്. എറണാകുളം സ്വദേശികളായ MT ജോസഫിന്റെയും ചിന്നമ്മ ജോസഫിന്റെയും മകനായി ജനിച്ച എഡ്മണ്ട് തോമസ് ക്ലിന്റ് 7ാം വയസ്സിലാണ് വൃക്കരോഗത്തെ തുടർന്ന് മരണമടഞ്ഞത്. എന്നാൽ തന്റെ ചുരുങ്ങിയ ജീവിതകാലത്തിനിടയിൽ കുഞ്ഞു വിരലുകളിലൂടെ ക്ലിന്റ് കോറിയിട്ട ചിത്രങ്ങൾ അവയുടെ ആഴവും പക്വതയും കൊണ്ട് കലാസ്വാദകരെയും വിമർശകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. ജനിച്ച് 6 മാസത്തിനകം തന്നെ ചിത്രകലയോടുള്ള ക്ലിന്റിന്റെ അഭിരുചി ശ്രദ്ധയിൽപ്പെട്ടെന്ന് മാതാപിതാക്കൾ പറയുന്നു. 6 മാസം ആയപ്പോഴാണ് വീടിന്റെ മുകളിലൊക്കെ ഞാൻ കല്ലുകൾ കാണാം. അപ്പൊ ഈ കല്ല് അനിയത്തി കളിക്കാൻ കൊണ്ടുവന്നതായിരിക്കും എന്ന് വെച്ച് ഞാനെടുത്ത് കളയാം. അപ്പൊ അനിയത്തി ഇല്ലാത്തൊരു ദിവസം കല്ല് കണ്ട് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞ് അതിനടുത്ത ദിവസം ഞാൻ താഴെ പോയി തുണി വിരിച്ച് മോനെ എടുത്തപ്പോൾ കൈ മുറുക്കി പിടിച്ചാണ്. അപ്പൊ കൈ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു ഇഷ്ടിക കഷ്ണം. അത് കൊച്ചുകുട്ടികൾ കല്ലും മണ്ണൊക്കെ തിന്നുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ വിഷമം തോന്നി ഇവനിങ്ങനെ ഇത് കഴിക്കുമല്ല എന്നുള്ളത്. ഒന്നുമില്ല, അറിഞ്ഞിട്ടാവട്ടെ എന്ന് വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അപ്പൊ അങ്ങനെ നോക്കിയതുകൊണ്ട് ഈ കല്ല് നിലത്തിട്ട് ഇറക്കണം. 30 വർഷത്തിന് ശേഷം സർക്കാർ നൽകിയ അംഗീകാരത്തിൽ സന്തോഷിക്കുന്നതായും മാതാപിതാക്കൾ പറഞ്ഞു. ഞങ്ങൾ 2 ചിത്രം വരക്കാത്ത ആളാണ്. ചിത്രകലയെ കുറിച്ച് യാതൊരു വിവരം ഞങ്ങൾക്കും ഇല്ല, ഞങ്ങളുടെ കുടുംബക്കാർക്കും ഇല്ല. അപ്പം മോനി കൈവിടായതില് പ്രത്യേകിച്ച് സർക്കാർ അംഗീകരിച്ചതില് വലിയ സന്തോഷമുണ്ട്. ഉത്സവങ്ങളും ക്ഷേത്രകലകളും ഉൾപ്പെടെ കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ദൃശ്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്നതായിരുന്നു ക്ലിന്റിന്റെ ചിത്രങ്ങൾ. ക്രയോണുകളും ബോൾ പോയിന്റ് പേനയും വാട്ടർ കളറും ഉപയോഗിച്ച് 25,000 ചിത്രങ്ങളാണ് ക്ലിന്റ് വരച്ചത്. ക്ലിന്റിന്റെ സ്മരണാർത്ഥം കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ചിത്രരചനാ മത്സരം ജനുവരി 15 മുതൽ മെയ് 31 വരെയാണ്. 4നും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. കേരള ടൂറിസം വെബ്സൈറ്റ് വഴിയാണ് എൻട്രികൾ സമർപ്പിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.